ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരന്റെയും അഭിമാനം. ഇന്ത്യ പരമാധികാര ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. ലോകത്ത് അത്രയധികം രാജ്യങ്ങൾക്കൊന്നും ഇങ്ങനെയൊരു വിശേഷണം അവകാശപ്പെടാനുണ്ടാവില്ല. ഇന്ത്യയെ ഈ സവിശേഷ പദവിക്ക് അർഹമാക്കുന്നത് അതിൻ്റെ കരുത്തുറ്റ ഭരണഘടനയാണ്. രാജ്യത്തെ ഓരോ പൗരനും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തുല്യനീതി വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് ഇന്ത്യൻ ഭരണഘടന. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഇന്ത്യയെ പുനഃസംവിധാനം ചെയ്ത് ഏകരാഷ്ട്രമാക്കി മാറ്റിയത് നമ്മുടെ ഭരണഘടനയാണ്. ഇന്ത്യൻ ജനാധിപത്യ യാത്രയിലെ എക്കാലത്തെയും അവിസ്മരണീയമായ ദിനമാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ഇന്നലെ ആഘോഷിച്ചത്. രാജ്യത്തെ ജനങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും ഉറപ്പുവരുത്താൻ ഭരണഘടനയ്ക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിലെ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്തു. प्रारूप समिति के अध्यक्ष बाबा साहेब डॉक्टर भीमराव अंबेडकर हमारे संविधान के प्रमुख निर्माताओं में से थे. बाबा साहेब की 125वीं जयंती के वर्ष में यानी सन 2015 में 24 नवंबर को प्रतिवर्ष संविधान दिवस के रूप में मनाने का निर्णय लिया गया. और निर्णय अत्यंत सार्थक सिद्ध हुआ है. കേരള രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ രാജ്ഭവൻ ജീവനക്കാർക്ക് ഭരണഘടനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉയർത്തിപ്പിടിക്കാനുള്ള കടമയെക്കുറിച്ച് ഭരണഘടന നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഇന്നലെ പറഞ്ഞു. ഭരണഘടനയുടെ പിറവിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയ്ക്ക് അധികാരം കൈമാറുന്നതിനായി രൂപീകരിച്ച ക്യാബിനറ്റ് മിഷൻ 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതോടെയാണ് ഭരണഘടനയെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തോടടുത്തത്. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്താനാണ് 1946 ഭരണഘടനാ സഭ രൂപം കൊണ്ടത്. ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ പ്രവർത്തിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ വലിയ പരിശ്രമമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഘടനയെ നമുക്ക് സമ്മാനിച്ചത്. 1950 ജനുവരി 26 ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. ഭരണഘടനയുടെ നിർമ്മാണ ചരിത്രം പറയുന്നു കേരള സർവകലാശാല നിയമവിഭാഗം ഡീൻ ഡോക്ടർ സിന്ധു തുളസീധരൻ. 1949 നവംബർ 26 ഭാരതത്തിലെ പരമോന്നത നിയമമായ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ഭാരത ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭരണഘടനാ സഭയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ച് നിയമമാക്കി നമുക്ക് തന്നെ സ്വയം സമർപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിലെ പ്രോവിൻസസ് നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുത്തവരും നാട്ടുരാജ്യങ്ങളിലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുത്തവരുമായിരുന്നു ഭരണഘടനാ സഭയിലെ അംഗങ്ങൾ. ഒരു കാര്യം നിസ്സംശയം പറയാം, ഇത്രയും മഹാമനീഷികൾ ഉണ്ടായിരുന്നൊരു സഭ ഇന്ത്യയിൽ അതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. ഭരണഘടനാ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസമായ 1949 നവംബർ 26 ഓർമ്മയ്ക്കായി ആണ്ടുതോറും നവംബർ 26 രാജ്യം ഭരണഘടനാ ദിനമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, സംവിധാൻ ദിവസ് ആയി 2015 മുതൽ രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ തൻ്റെ അനനുകരണീയമായ ശൈലിയിൽ വിലയിരുത്തുന്നത് കേൾക്കുക. പാരമ്പര്യാധിഷ്ഠിതമായ അധികാരങ്ങളുടെ പിടിയിലായിരുന്ന ഒരു മധ്യകാല സമൂഹത്തെ ആധുനിക സമത്വാധിഷ്ഠിത ജനാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യമുള്ള പ്രായണ മഹത്വം വിപ്ലവകരവുമായ സാമൂഹിക രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. പരമ്പരാഗത നിയമവ്യാഖ്യാന പാഠവപ്രകടനത്താലല്ല, വിശാലമായ സാമൂഹിക ശാസ്ത്ര സമീപനം കൊണ്ടേ ആ നിയമവകുപ്പുകൾ മനസ്സിലാകൂ. 1950 ഭരണഘടനാ സഭ അംഗീകരിക്കുമ്പോൾ പൗരജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ എന്ന ശ്രേഷ്ഠമായ പ്രതാപാർഹമായ ഭാഗം ഉൾപ്പെടെ
395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്ന ഭരണഘടന ഇപ്പോൾ 448 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 12 പട്ടികകളുമുള്ള 1,46,385 വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് ഗ്രന്ഥമായിരിക്കുന്നു. ലോകത്തുള്ള ലിഖിത ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടനയും ഭാരത ഭരണഘടനയാകുന്നു. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖമാണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ് പിന്നീട് ആമുഖമായി മാറിയത്. ഭരണഘടനയുടെ തത്വങ്ങളും ആശയങ്ങളും സംക്ഷിപ്തമായി ആമുഖത്തിൽ പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ ജോസഫ് ആന്റണി. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെയാണ് ഭരണഘടന എന്ന് വിളിക്കുന്നത്. രാഷ്ട്രജീവിതത്തെ നിർവചിക്കുന്നതും നിയന്ത്രിക്കുന്നതും ജീവിതയോഗ്യമാക്കുന്നതും ഭരണഘടനയാണ്. ജനങ്ങൾ പലപ്പോഴും ഓർക്കാറില്ലെങ്കിലും രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ചലനങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഭരണഘടനയാണ്. ഏതൊരു ജനസമൂഹത്തെയും ശരിയായ അർത്ഥത്തിൽ രാഷ്ട്രീയ സമൂഹമാക്കി മാറ്റുന്നത് ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്ന ഭരണകൂടവുമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതയും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൈവിധ്യവും വൈവിധ്യങ്ങളുമുള്ള രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ സ്വന്തമായ ഒരു ഭരണഘടനയെക്കുറിച്ച് ഗൗരവമായി തന്നെ ചിന്തിച്ചിരുന്നു. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുമ്പ് തന്നെ നാം നമുക്കായി ഒരു ഭരണഘടനയുടെ നിർമ്മാണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലി പാസാക്കിയ ഇന്ത്യയുടെ ഭരണഘടന. ലോകത്ത് നിലവിലുള്ള ഏറ്റവും വലിയ ഭരണഘടനയ്ക്കാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ അന്ന് രൂപം നൽകിയത്. ചരിത്രത്തിലെ ആ സുവർണ ദിനത്തിൻ്റെ ഓർമ്മയാണ് നവംബർ 26 ഭരണഘടനാ ദിനത്തിൻ്റെ ആചരണത്തിലൂടെ നാം ആഘോഷിക്കുന്നത്. നവംബർ 26 ചരിത്രത്തിലെ മറ്റൊരു ദിനമല്ല. ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പുതുരചന ആരംഭിച്ച ദിനമാണ് 1949 നവംബർ 26. അന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് മുഴുവൻ ഇന്ത്യക്കാരും തുല്യരാണെന്ന ഭരണഘടനാ പ്രഖ്യാപനം നിലവിൽ വന്നത്. നമ്മുടെ ഭരണഘടനയിലൂടെ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നാം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. ഇപ്പോൾ 85 വാക്കുകളുള്ള ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ എല്ലാ ഇന്ത്യക്കാരോടും ലോകത്തോടുമുള്ള ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ ലക്ഷ്യപ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആക്കുമെന്നതായിരുന്നു ആ പ്രഖ്യാപനം. എന്ന് മാത്രമല്ല, എല്ലാ പൗരന്മാർക്കും നീതിയും സ്വാതന്ത്ര്യവും തുല്യതയും അന്തസ്സും ഉറപ്പുവരുത്തുമെന്നും ഭരണഘടന പ്രഖ്യാപിച്ചു. എല്ലാവരുടെയും ഇടയിൽ സാഹോദര്യം പരിപോഷിപ്പിച്ചുകൊണ്ട് മനുഷ്യാന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുമെന്നും ഭരണഘടന പ്രഖ്യാപിച്ചു. മഹനീയങ്ങളായ ഈ പ്രഖ്യാപനങ്ങളാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ അടിത്തറ. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വിശാലവും സൂക്ഷ്മമായും രൂപകൽപ്പന ചെയ്ത നിയമരേഖകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ആവശ്യമുള്ളപ്പോൾ പ്രായോഗികമായ മാറ്റങ്ങളും ഇതിൽ അനുവദിക്കുന്നു. ഭരണഘടനയുടെ മാറ്റാനാവാത്ത അടിസ്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യവസ്ഥകളാണ് മൗലികാവകാശങ്ങൾ, ആമുഖം, നിർദ്ദേശക തത്വങ്ങൾ എന്നിവ. ഇത് ഡോഗ്മാറ്റിക് ഭാഗം എന്നറിയപ്പെടുന്നു. ഈ വ്യവസ്ഥകൾ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആദർശങ്ങളെയും പ്രത്യയശാസ്ത്രപരമായ പ്രതിജ്ഞാബദ്ധതകളെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണത്തിൽ തുടർച്ചയും വ്യക്തമായ ദിശയും ഉറപ്പാക്കാൻ ഈ വ്യവസ്ഥകൾ സഹായിക്കുന്നു. ഭരണഘടനയിലെ മറ്റൊരു വിഭാഗമാണ് ഓർഗാനിക് ഭാഗം. ഭരണഘടനയുടെ പ്രവർത്തനശേഷിയെയും സമയബന്ധിതമായ മാറ്റങ്ങളോടൊപ്പം വികസിക്കാനുള്ള കഴിവിനെയും ഇവ പ്രതിനിധീകരിക്കുന്നു. ഭരണഘടനാ ഭേദഗതികൾ എങ്ങനെ നടത്താം, വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, കോടതികൾ ഭരണഘടനയെ എങ്ങനെ വ്യാഖ്യാനിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഡോക്ടർ ജോസഫ് ആന്റണി. ഭരണഘടന മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുക എന്നതാണ് രാഷ്ട്രത്തിൻ്റെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള കർമ്മ പദ്ധതിയാണ് രാഷ്ട്ര നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഭരണഘടനയിലൂടെ രാഷ്ട്രം മുന്നോട്ട് വെച്ച സ്വപ്നങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യത 2 കൂട്ടരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അത് ഭരണകൂടത്തിലും ജനങ്ങളിലുമാണ്. കോൺസ്റ്റിറ്റ്യൂഷണലിസം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി
എന്നീ ഭരണഘടനാ സങ്കല്പനങ്ങൾ ഈ ആശയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നതും നിർവചിക്കുന്നതും ഭരണഘടനയായിരിക്കണം എന്ന് ഊന്നിപ്പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന ആശയം. ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും അധികാര ദുരുപയോഗം തടയാനും ഉദ്ദേശിച്ചുള്ള ഭരണഘടനയിൽ നിന്നാണ് ഒരു സർക്കാരിന് അധികാരം ലഭിക്കുന്നതെന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം സൂചിപ്പിക്കുന്നത്. നിത്യജീവിതത്തിൽ ഭരണഘടന പ്രാവർത്തികമാക്കുമ്പോൾ പുലർത്തേണ്ട ധാർമ്മിക സമീപനമാണ് ഭരണഘടനാ ധാർമ്മികത. കോൺസ്റ്റിറ്റ്യൂഷണലിസം ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനാണെങ്കിൽ ഭരണകൂടവും ജനസമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളും ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. ഭരണഘടന രാഷ്ട്രജീവിതത്തിൻ്റെ ചാലകശക്തിയാകണമെങ്കിൽ ഭരണകൂടവും ഭരണീയരും ഒരുപോലെ ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്ന് ഡോക്ടർ BR അംബേദ്കർ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു. നവംബർ 26 ഭരണഘടനാ ദിനം ആചരിക്കുമ്പോൾ ഭരണഘടനാ വ്യവസ്ഥകളും ഭരണഘടനാ ധാർമ്മികതയും പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനും ജനതയ്ക്കുമുണ്ട്. കേവലം വാക്കുകളിലും വാചകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അടിസ്ഥാന നിയമമായ ഭരണഘടന ജൈവികമാകുന്നത് ഭരണകൂടവും ജനങ്ങളും അതിൻ്റെ പ്രയോക്താക്കളും സംരക്ഷകരും ആകുമ്പോഴാണ്. ഭരണഘടനാ ദിനം ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്നതാകട്ടെ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. പ്രത്യേകിച്ചും സ്ത്രീകളുടെ സംരക്ഷണത്തിനായി ഭരണഘടന പല നിയമങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. ആമുഖത്തിൽ തന്നെ ലിംഗസമത്വം ഉറപ്പാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീയുടെ അവകാശങ്ങൾ സുഭദ്രവും സുരക്ഷിതവുമാണ്. ലിംഗസമത്വവും ലിംഗനീതിയും ഉറപ്പാക്കുന്നതിന് കൃത്യവും വ്യക്തവും ശക്തവുമായ വകുപ്പുകൾ ഭരണഘടനയിലുണ്ട്. മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ 14, 15, 16, 21 അനുച്ഛേദങ്ങളിലും മാർഗനിർദ്ദേശ തത്വങ്ങളിലും മൗലിക കർത്തവ്യങ്ങളിലും സ്ത്രീയുടെ അവകാശങ്ങൾക്ക് പ്രത്യേകം ഊന്നൽ നൽകിയിരിക്കുന്നു. സാമൂഹികമായ അനീതികളിൽ നിന്നും ലിംഗവിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കാൻ ഭരണഘടനാ ശില്പികൾ പ്രതിജ്ഞാബദ്ധരായിരുന്നു. ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായി പ്രത്യേക സംവരണം ഏർപ്പെടുത്താനും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് നിയമങ്ങൾ ആവിഷ്കരിക്കാനും പ്രത്യേക നയപരിപാടികളും പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനും മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട്. ഭരണഘടനയുടെ സ്ത്രീപക്ഷത്തെക്കുറിച്ച് എഴുത്തുകാരനും അഭിഭാഷകനുമായ PT മുഹമ്മദ് സാദിഖ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ലിംഗ, വർണ്ണ, ജാതി, മത, ഭാഷ ഭേദം വരുന്നില്ല. എല്ലാവർക്കും തുല്യതയും അവസര സമത്വവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്നു. സ്ത്രീയുടെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പുരുഷനൊപ്പം തന്നെയാണ്. ആമുഖത്തിൽ പറയുന്ന വ്യക്തിയുടെ അന്തസ്സ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി എന്നിവയെല്ലാം പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ബാധകമാണ്. ചിന്തിക്കാനും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതാനുഷ്ഠാനത്തിനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും സ്ത്രീക്ക് കൂടിയുള്ളതാണ്. ജാതി, മതം, വർഗം, സമ്പത്ത്, ഭാഷ എന്നിവയോടൊപ്പം ലിംഗപരമായ അസമത്വം കൂടി അവസാനിപ്പിക്കുമ്പോഴേ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും രാഷ്ട്രീയ നീതിയും യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഭരണഘടനയുടെ ആമുഖം നൽകുന്ന ഈ ഉറപ്പുകളുടെ പിൻബലത്തിലാണ് പിൽക്കാലത്ത് നിയമനിർമ്മാണ സഭകളും നീതിന്യായ പീഠങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ ആവിഷ്കരിച്ചതും വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചതും. നമ്മുടെ ഭരണഘടന ഒരു ശിലാലിഖിതമല്ല. കാലവും സമൂഹവും മാറുമ്പോൾ അതും വളരുന്നു, പുതുക്കപ്പെടുന്നു. നിരവധിയായ ഭേദഗതികൾ വഴി അത് കൂടുതൽ സമഗ്രവും ജനങ്ങൾക്ക് പ്രയോജനകരവുമായ വിധത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. വൈവിധ്യത്തിലെ ഏകത്വമാണ് ഭരണഘടന നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരും നിയമത്തിനു മുന്നിൽ സമന്മാരാണ്. ജനാധിപത്യത്തിന്റെ സംരക്ഷണം ഒരു സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് പൗരന്റെ കടമ കൂടിയാണെന്ന് നമ്മുടെ ഭരണഘടന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതെ, സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങളെയും വൈവിധ്യങ്ങളെയും ആദരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഭരണഘടനയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.